എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് അത്യാവശ്യം നല്ലോണം പ്രോബ്ലംസ് ചെയ്യുന്നുണ്ട്. ഒരു 400-ന് മേലെ ചോദ്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങളത് കാണാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണം. ആ പ്ലേലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്കണം. LGS മാത്സ് എന്നുള്ളൊരു പ്ലേലിസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്ലേലിസ്റ്റിൽ ആദ്യം തൊട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. കാരണം അത് LGS ലെവലിൽ കറക്റ്റായിട്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ആ ചോദ്യങ്ങളൊക്കെ അത്യാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നല്ലൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 20ഓളം ചോദ്യങ്ങളല്ല. നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷയിലെ ചോദ്യങ്ങളും അതെന്തുകൊണ്ടാണ് വന്നതെന്നും അങ്ങനത്തെ മോഡലുള്ള 2 ചോദ്യങ്ങൾ വെച്ചിട്ടൊക്കെയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊരു ക്ലാസ് ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം 2 ഗുണിക്കണം 5 ഗുണിക്കണം 7 ഗുണിക്കണം 4 ഗുണിക്കണം 2 ഗുണിക്കണം 5 ഗുണിക്കണം 7 എന്നതിൻ്റെ വർഗ്ഗമൂലം എത്ര? വർഗ്ഗമൂലം കാണാൻ പറഞ്ഞാൽ എന്ത് കാണാനാണ്? അതിൻ്റെ റൂട്ട് എടുക്കാനാണ്, നമുക്കറിയാലോ. അപ്പോൾ ഞാനിതൊന്ന് എടുത്ത് എഴുതുകയാണ്. 2 ഗുണിക്കണം 5 ഗുണിക്കണം 7 ഗുണിക്കണം 4 ഗുണിക്കണം 2 ഗുണിക്കണം 5 ഗുണിക്കണം 7. ഇതിൻ്റെ വർഗ്ഗമൂലം കാണാൻ പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഇതിൻ്റെ റൂട്ട് കാണാനാണ്. റൂട്ട് കാണുക എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 64 എന്ന സംഖ്യ എടുക്കുകയാണ്. ഇത് ഇവിടെ നിൽക്കട്ടെ, ഭാഗം ഇത് ശ്രദ്ധിക്കുക കേട്ടോ. 64 എന്ന സംഖ്യ എടുക്കുകയാണ്. ഈ സംഖ്യയുടെ റൂട്ട് കാണാൻ പറഞ്ഞാൽ 8 എന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ എന്ത് ചെയ്യുകയാണ്? ഇതിനെ നമ്മൾ ഘടകങ്ങളാക്കില്ലേ, അതുപോലെ ഒന്ന് ചെയ്യാൻ പോവുക. LCM ഒക്കെ കാണുന്നൊരു മെത്തേഡില്ലേ, ആ മെത്തേഡിൽ ഞാനൊന്ന് ചെയ്ത് കാണിക്കാം. അപ്പോൾ എന്താണ്? 2 കൊണ്ട് ചെയ്യാം. അപ്പോൾ ഇത് എത്രയായി? 32 ഇനിയും 2 കൊണ്ട് ചെയ്യാലോ. അപ്പോൾ ഇത് എത്രയായി? 2 32ൻ്റെ പകുതി 16. ഇനിയും 2 കൊണ്ട് ചെയ്താൽ എത്രയായി? 8 ഇനിയും ചെയ്യാലോ. 2 കൊണ്ട് ചെയ്താൽ 4. ഇനി 2 കൊണ്ട് ചെയ്താൽ എത്രയാ? 2. അതായത് 64 നമുക്ക് എങ്ങനെ എഴുതാം? 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 ഗുണിക്കണം 2. എത്ര 2? 1 2 3 4 5 6. 1 2 3 4 5 6. 6 2കൾ ഗുണിച്ചാലാണ് എന്ത് കിട്ടുക? 64 കിട്ടുക. അപ്പോൾ നമ്മൾ 64ൻ്റെ റൂട്ട് എടുക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ റൂട്ട് എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്ക് റൂട്ട് എടുക്കാൻ പറയുമ്പോൾ സ്ക്വയർ റൂട്ട്, അതായത് വർഗ്ഗമൂലം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്വയർ റൂട്ടാണ്. അപ്പോൾ അതെടുക്കാൻ പറഞ്ഞാൽ ഇവിടെ 2 എണ്ണം ഒരേപോലെയുള്ളതിനെ, അതായത് ഒരു ജോഡി ആയിട്ടുള്ളതിനെ പുറത്തേക്ക് എടുത്ത് എഴുതിയാൽ മതി. ഈ 2 × 2 എന്ന് പറഞ്ഞാൽ എന്താ? 2 സ്ക്വയർ അല്ലേ? അതിൻ്റെ റൂട്ട് എഴുതുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ജോഡികളെ കണ്ടെത്തുക, എന്നിട്ട് അതിലൊന്ന് മാത്രം പുറത്ത് എഴുതുക. ഇപ്പോൾ 2 × 2 ഒരു ജോഡിയല്ലേ, അതിലൊന്ന് പുറത്തേക്ക് എഴുതിയാൽ 2. ഇപ്പോൾ ഗുണിക്കണം എന്നാണ് ഇവിടെ ഉള്ളത്, അപ്പോൾ ഗുണിക്കണം എന്ന് എഴുതാം. ഇനി അടുത്തത് എന്താ? ഇവിടെ ഒരു ജോഡിയുണ്ട് 2 × 2. അതിൽ നിന്ന് അപ്പോൾ എത്ര എണ്ണം എഴുതണം? 1 എഴുതണം. ഇവിടെ നോക്ക്, ഇവിടെയും 2 എണ്ണം ഉണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? 2 എണ്ണം എഴുതണം. അപ്പോൾ ചെയ്താൽ എത്ര കിട്ടുക? 2 × 2 × 2 8 നമ്മുടെ ഉത്തരം കിട്ടുന്നത്. മനസ്സിലായല്ലോ? റൂട്ട് എടുക്കാൻ നമുക്ക് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റും സംഖ്യകളുടെ. പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ല, നമ്മൾ കാണാതെ പഠിക്കുന്നതൊക്കെയാണ്. നമുക്ക് അല്ലെങ്കിൽ ഗുണിച്ചു നോക്കാം ഓപ്ഷനിൽ നിന്ന് എടുത്തിട്ട്. അങ്ങനെയാണ് നമ്മൾ സാധാരണ കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സംഖ്യകളുടെ റൂട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടുത്തെ കേസിൽ നോക്കിയപ്പോൾ അതേപോലെ ജോഡികളായിട്ടുണ്ട്. ഏതൊക്കെയാ ജോഡി? ഈ 2 എണ്ണം ഉണ്ടല്ലോ. അപ്പോൾ അതൊരു ജോഡിയല്ലേ? അല്ലെങ്കിൽ ഞാനിതിനൊന്ന് എടുത്ത് എഴുതി കാണിച്ചു തരാം. ഒരുമിച്ച് എഴുതുക. 2 ഗുണിക്കണം 2. ഇനി ഏതുള്ളത്? 5 അല്ലേ? 5 ഗുണിക്കണം 5. അതുപോലെ എന്താ ഉള്ളത്? ഇനി 7 ഉണ്ട് അല്ലേ? 7 ഗുണിക്കണം 7. ഇനി എന്താ ഉള്ളത്? ഒരു 4 മാത്രമേ ഉള്ളൂ. അവിടെ നിർത്തി. ഇനി നമ്മളിപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. എങ്ങനെയാണ്? റൂട്ട് എടുക്കുമ്പോൾ 2 എണ്ണം പുറത്തേക്ക് എടുക്കുകയാണല്ലോ. അപ്പോൾ ഇതാ നോക്ക്, 2 എണ്ണത്തിൽ 2 ഉണ്ടല്ലോ. അപ്പോൾ ഒരു 2 എഴുതി ഗുണിക്കണം. 2 5 ഉണ്ടല്ലോ, ഒരു 5 എഴുതി ഗുണിക്കണം. ഇനി എന്താ? 2 7 ഉണ്ടല്ലോ, ഒരു 7 പുറത്തേക്ക് എഴുതി ഗുണിക്കണം. ഇനി എന്താ ഉള്ളത്? ബാക്കി 4 ആണുള്ളത്. അതായത് റൂട്ട് 4 ആണുള്ളത്. റൂട്ട് 4 എത്രയാ? 2. അത് അതേപോലെ എഴുതാൻ നിങ്ങൾക്ക് അറിയില്ലേ? അതായത് ബാക്കി ഇനി എത്രയുള്ളത്? 4 മാത്രമാണ്. 4ൻ്റെ റൂട്ട് എത്രയാ? 2. അല്ലെങ്കിൽ 4 നമുക്ക് എങ്ങനെ എഴുതാം? 2 × 2 എന്ന് എഴുതാമായിരുന്നു. അപ്പോൾ നമുക്ക് എന്തെടുത്ത് എഴുതിയാൽ മതി? ഈ 2നെ മാത്രം പുറത്തേക്ക് എടുത്ത് എഴുതിയാൽ മതി. ജോഡിയല്ലേ? ഒന്നുകിൽ അങ്ങനെ, അല്ലെങ്കിൽ 4ൻ്റെ റൂട്ട് നേരെ എടുത്ത് എഴുതിയാൽ മതി. അല്ലാതെ ഇത് മൊത്തം ഗുണിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 5 10, 7 × 2 14. അപ്പോൾ എത്രയായി? 140 നമ്മുടെ ഉത്തരമായിട്ട് ലഭിച്ചു.
ഉത്തരമായിട്ട് എന്ത് കിട്ടി? 140 ലഭിച്ചു. ഇങ്ങനെ ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാം. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് ഈ പ്രോബ്ലം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇത് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 2 × 5 × 7 × 4 × 2 × 5 × 7 ആണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമ്മളിങ്ങനെ എഴുതൊന്നുമില്ല. പരീക്ഷയ്ക്ക് എങ്ങനെ ചെയ്യില്ല, ഇങ്ങനെ എടുത്തെഴുതുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നമ്മൾ ആദ്യം നോക്കും. എന്ത് ചെയ്യുന്നു? സംഖ്യകൾ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി റൂട്ട് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എന്താണ് ജോഡികളാക്കിയിട്ട് പുറത്തേക്ക് എഴുതാൻ മതി. അത് 2 എണ്ണം ഒരു ജോഡിയായിട്ട്. അപ്പോൾ എന്താ, ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. മൊത്തം ഗുണിക്കലായതുകൊണ്ട് ഒരു 2നെ പുറത്തേക്ക് എഴുതാലോ, ഗുണിക്കണം. ഇനി നോക്കിയാൽ 5, ഇവിടെ ഒരു 5 ഉണ്ട്, ഇവിടെ ഒരു 5 ഉണ്ട്. 2 5 ആയല്ലോ. അപ്പോൾ പുറത്തേക്ക് എഴുതുമ്പോൾ ഒരു 5 ഗുണിക്കണം. അതായത് 5 × 5 25 ആണ്, അതിൻ്റെ റൂട്ടാണ് 5. മനസ്സിലായല്ലോ? ഇനി നോക്ക് 7 7 7 × 7 49 അതിൻ്റെ റൂട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 7 2 7 ഉണ്ടാകുമ്പോൾ ഒരു 7 പുറത്തേക്ക് എഴുതിയാൽ മതി, ഗുണിക്കണം. ഇനി ഒരു 4 മാത്രമുണ്ട്. 4 എന്താണ്? 2 × 2 ആണ്, അല്ലെങ്കിൽ റൂട്ട് 4 ആണ്. റൂട്ട് 4 പറഞ്ഞാൽ എത്രയാ? 2 ആണ്. ചെയ്യാൻ അറിയാലോ. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും ഉത്തരം? 140 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? അങ്ങനെയെങ്കിൽ ഈ ചോദ്യം ഒന്ന് നോക്ക്. 2 × 3 × 5 × 2 × 16 × 3 × 5ൻ്റെ റൂട്ട് എടുക്കാൻ പറഞ്ഞേക്കുന്നത്. ഇതിൻ്റെ വർഗ്ഗമൂലം കാണാനാണ് പറഞ്ഞേക്കുന്നത്. എങ്ങനെയാണ് കാണുക? നമ്മളിപ്പോൾ പറഞ്ഞ അതേ മെത്തേഡ്. 2 ഉണ്ടോ? ഒരു 2 ആയി, ഇവിടെ 2 ആയി. അപ്പോൾ നമുക്ക് പുറത്തേക്ക് ആരെ എഴുതാം? 2നെ എഴുതാലോ, ഗുണിക്കണം. ഇനി എന്താ, ഇവിടെ ഒരു 3 ഉണ്ടല്ലോ, ഇവിടെ ഒരു 3 ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? ഒരു 3നെ പുറത്തേക്ക് എടുക്കാമല്ലോ. ഇനി നമുക്ക് ഇവിടെ ഒരു 5 ഉണ്ട്, ഇവിടെ ഒരു 5 ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം? ഒരു 5നെ പുറത്തേക്ക് എടുക്കാം, ഗുണിക്കണം. ഇനി ഇവിടെ ഒരു 16 മാത്രമുണ്ട്. 16 എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം 16 എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് 16 ആണിത് അല്ലേ? റൂട്ട് 16 ആണ്. എത്രയാ? 4 ആണ് അല്ലേ? റൂട്ട് 16 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 × 4 ആണ് 16 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 4 × 4 എന്ന് എഴുതാം. അപ്പോൾ ഒരു 4 പുറത്തേക്ക് എടുത്താൽ പോരെ? അപ്പോൾ അങ്ങനെ എന്ത് കിട്ടി? 2 × 3 × 5 × 4 ആണ് ഇതിൻ്റെ റൂട്ട് എന്ന് കിട്ടി. ഓക്കെ ആണ്, സോറി, റൂട്ട് എന്ന് കിട്ടി. അപ്പോൾ ഇത് ചെയ്താൽ പോരെ? ഇത് ചെയ്താൽ എത്ര കിട്ടുക? 3 × 4 12, 2 × 5 10. അപ്പോൾ എത്രയാണ്? 120 ആണ് ഉത്തരം. 120 ആണ് ഉത്തരം. മനസ്സിലായല്ലോ? എങ്കിൽ ഈ ഒരു മോഡൽ ചോദ്യം നോക്ക്. റൂട്ട് ഓഫ് 2 × 3 × 7 × 2 × 21 എത്ര എന്നുള്ള ചോദ്യം. നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ പഠിച്ച അതേ മെത്തേഡ് തന്നെയാണ്. പക്ഷെ നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ 2 2 ഉണ്ട്. ഓക്കെ, നമ്മൾ അതേപോലെ എഴുതി, ഗുണിക്കണം. ഇനി നോക്കിയപ്പോൾ 3 7 ഒന്നും കാണുന്നില്ല. പക്ഷേ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ വേണമെങ്കിൽ 2 × 3 × 7 × 2. ഇത് നോക്ക്, 21 എന്താ? 21 എന്ന് പറഞ്ഞാൽ എന്താ? അത് 3 × 7 അല്ലേ? 3 × 7 അല്ലേ 21? അപ്പോൾ നമുക്ക് അതിനെങ്ങനെ എഴുതാം? 2 × 3 × 7 എന്ന് എഴുതാം. മനസ്സിലായോ? 21 പകരം എന്തെഴുതാം? 3 × 7 എന്ന് എഴുതാം. അപ്പോൾ നോക്ക്, പറ ഇനി എങ്ങനെ എഴുതാം? ഇതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാം? റൂട്ടിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ ഒരു 2 ഇവിടെ, ഒരു 2 ഇവിടെ, 2 ജോഡിയായി അല്ലേ? അപ്പോൾ പുറത്ത് 2 ഗുണിക്കണം. ഇവിടെ ഒരു 3, ഇവിടെ ഒരു 3. അപ്പോൾ എത്രയായി? ഒരു 3 പുറത്തേക്ക് ആയില്ലേ? ഇനി എന്താ? ഇവിടെ ഒരു 7, ഇവിടെ ഒരു 7. അപ്പോൾ എന്താ? ഗുണിക്കണം 7. ഇങ്ങനെ എന്ത് ചെയ്യാം? നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് എത്ര കിട്ടാം? 3 7 21, 21 × 2 42. ചെയ്യാമെന്ന് മനസ്സിലായോ? അപ്പോൾ നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത മോഡലൊരു ചോദ്യമാണ്. x/y തന്നിട്ടുണ്ട്, അതേപോലെ y/z തന്നിട്ടുണ്ട്. എങ്കിൽ x/z എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ചോദ്യം എങ്ങനെ ചെയ്യും? നമുക്കറിയാം x/y അതുപോലെ y/z എന്നിട്ട് xyz കാണാൻ പറഞ്ഞാൽ നമുക്കറിയാലോ. x/y/z ഇത് നമ്മൾ പഠിച്ചതാ, മോഡൽ പഠിച്ചിട്ടുള്ളതാ. എന്തായിരുന്നു? x/y അതിൻ്റെ നേരെ താഴെ എഴുതുക. എത്രയാ? 4:3. ഇനി നോക്ക്, സെഡിൻ്റെ അവിടെ ആരുമില്ല, അപ്പോൾ നമ്മൾ ഈ 3നെ എന്ത് ചെയ്യും? ആ സെഡിൻ്റെ അങ്ങോട്ടും കൂടി എഴുതി വയ്ക്കും. മനസ്സിലായല്ലോ? ആ 3നെ എന്ത് ചെയ്തു? സെഡിൻ്റെ അങ്ങോട്ടും കൂടി എഴുതി. ഇതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കണ്ട, കാര്യം ചെയ്യുന്ന മാത്രം പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് നോക്ക്. അടുത്തത് എന്താ റേഷ്യോ? y/z 6:5. വൈയുടെ നേരെ താഴെ എഴുതുക 6. ഇനി നോക്ക്, സെഡിൻ്റെ നേരെ താഴെ എന്തെഴുതി? സെഡിൻ്റെ നേരെ താഴെ എന്തെഴുതി? 5 എന്ന് എഴുതി. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ താഴെ ആരുമില്ല, നമ്മൾ എന്ത് ചെയ്യും? ഈ 6നെ എടുത്ത് ഇങ്ങോട്ട് എഴുതും. മനസ്സിലായല്ലോ? ഇനി എന്ത് ചെയ്യണം? നേരെ താഴേക്ക് ഗുണിച്ചാൽ മതി. 4 × 6 24, 3 × 6 18, 3 × 5
5. നമ്മളോട് ചോദ്യം x/y/z ആയിരുന്നെങ്കിൽ ഉത്തരം എന്തായേനെ? 24:18:15 ആയേനെ. പക്ഷെ ഇവിടുത്തെ ചോദ്യം എന്തായിരുന്നു ചോദ്യം? x/z ആണ്. എന്താ ചോദ്യം? x/z ആണ്. അപ്പോൾ നമ്മൾ എന്തെഴുതാം? എക്സിൻ്റെ നേരെയുള്ളത് ഏതാ? 24. z-ൻ്റെ നേരെയുള്ളത് ഏതാ? 15. അപ്പോൾ നമ്മുടെ ഉത്തരം 24:15. മനസ്സിലായല്ലോ? ചെയ്തത് മനസ്സിലായല്ലോ? എങ്കിൽ ഈ ചോദ്യം നോക്ക്. a/b = 2:3, b/c = 5:4 ആയാൽ എന്താണ്? a/c എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ എങ്ങനെ ചെയ്യും? നമ്മൾ നേരെ എഴുതുന്നല്ലേ? a/b/c എന്ന് എഴുതി. എന്നിട്ട് എന്തെഴുതി? a/b എത്ര? എയുടെ നേരെ താഴെ എന്താ? 2:3, ബിയുടെ നേരെ താഴത്ത് 3. ഇനി അവിടെ നമ്മൾ എന്ത് ചെയ്യും? സിയുടെ അവിടെ ആളില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ 3-നെ സിയുടെ അങ്ങോട്ട് കൊടുക്കും. ഓക്കെ ആണല്ലോ? ഇനി അങ്ങനെയാണെങ്കിൽ b/c എത്രയാ? 5:4. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ എയുടെ അവിടെ ആളില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 5-നെ ഇങ്ങോട്ട് കൊടുക്കും. ചെയ്യാലോ? നേരെ താഴേക്ക് ഗുണിച്ചാൽ മതി അല്ലേ? 2 × 5 10, അതുപോലെ 3 × 5 15. ഇനി എന്താ? 3 × 4 12. ഉത്തരമായല്ലോ? എന്താ അപ്പം നമ്മുടെ ഉത്തരം? a/b/c 10:15:12 ആണ്. നമ്മുടെ a/c എത്രയാണ്? a/c എത്രയാണ്? 10:12 ആണ്. 10:12 ആണ്. നമുക്ക് വേണമെങ്കിൽ ഇതിനൊന്ന് വെട്ടിച്ചെറുതാക്കി എഴുതാം കേട്ടോ. റേഷ്യോ ആയതുകൊണ്ട് ഇതിനെ വെട്ടിച്ചെറുതാക്കി എഴുതാം. ചിലപ്പോൾ 10:12 ഓപ്ഷനിൽ ഉണ്ടാവില്ല. എന്താ ചെയ്താൽ മതി? 2 കൊണ്ട് വെട്ടാം. അപ്പോൾ ഇവിടെ എത്രയായി? 5. ഇവിടെ എത്രയായി? 6. അതായത് 5:6 ആയിരിക്കും ചിലപ്പോൾ ഓപ്ഷനിൽ ഉണ്ടാവുക. മനസ്സിലായല്ലോ? അങ്ങനെയും നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. ഇത് മനസ്സിലായല്ലോ? 5:6 എഴുതിയ എന്താണ്? റേഷ്യോ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? വേണമെന്നുണ്ടെങ്കിൽ വെട്ടാൻ പറ്റുമെങ്കിൽ വെട്ടാം. ഓക്കെ ആണല്ലോ? പക്ഷെ ഇവിടെ വെട്ടാൻ പറ്റില്ല. ഇവിടെ 3 എണ്ണത്തിലും പോകുന്ന സംഖ്യയില്ല. ഇവിടെ 15 ഒറ്റ സംഖ്യയാണ്, ഇത് 2 ഇരട്ട സംഖ്യയാണ്. ചെയ്യാൻ പറ്റില്ല. പിന്നെ 3 കൊണ്ട് ചെയ്യാൻ പറ്റില്ല, 5 കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് ചെയ്യാത്തത്? വെട്ടിച്ചെറുതാക്കാത്തത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ 10:12 എന്ന് മാത്രം വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ വേണമെങ്കിൽ വെട്ടിച്ചെറുതാക്കാൻ സാധിക്കും. മനസ്സിലായല്ലോ? എങ്കിൽ അടുത്ത ഒരു ടൈപ്പ് നോക്കാം. ഈ മോഡൽ നമ്മൾ കുറേ ചെയ്തതാണ്, എന്നാലും ഒരാൾ കൂടി പറയുകയാണ്. അബുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം മകൻ്റെ പ്രായത്തിൻ്റെ 4 മടങ്ങാണ്. 4 വർഷം മുമ്പ് അത് മകൻ്റെ പ്രായത്തിൻ്റെ 7 മടങ്ങായിരുന്നു. അങ്ങനെയാണെങ്കിൽ അബുവിൻ്റെ പ്രായം എത്ര എന്നാ ചോദിച്ചത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന മാതിരി എഴുതുകയാണ് അല്ലേ? അബു ആദ്യം തന്ന ആളുകളുടെ പേര് എഴുതി, പിന്നെ ആരാ? മകനാണ് അല്ലേ? മകൻ എഴുതിയല്ലോ. ഇനി എന്താ പറഞ്ഞേക്കണേ? ഇപ്പോഴത്തെ പ്രായം മകൻ്റെ പ്രായത്തിൻ്റെ 4 മടങ്ങാണ്. 4 മടങ്ങ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്? 4:1. അല്ലെങ്കിൽ മകൻ്റെ പ്രായം 1 ആകുമ്പോൾ അബുവിൻ്റെ പ്രായം 4 ആണ്. അതല്ലേ 4 മടങ്ങ് എന്ന് പറഞ്ഞാൽ? അപ്പം ഇങ്ങനെ എഴുതാലോ. ഇനി എന്ത് ചെയ്യും? 4 വർഷം മുമ്പ് എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇങ്ങനെ വരച്ചിട്ട് പഠിക്കണ്ട, ഇത് ഇങ്ങനെ വരച്ചിട്ട് എന്ന് പറഞ്ഞു. 4 വർഷം മുമ്പ്. 4 വർഷം മുമ്പ് എന്താണ്? എത്രയോ 4 വർഷം മുമ്പ് അതെന്താണ്? മകൻ്റെ പ്രായത്തിൻ്റെ 7 മടങ്ങായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം അതെന്ത് എഴുതണം? 7:1. 7 മടങ്ങ് എന്ന് പറഞ്ഞാൽ മകൻ്റെ പ്രായം 1 ആകുമ്പോൾ അബുവിൻ്റെ പ്രായം 7. അപ്പം നമ്മൾ അതെന്ത് എഴുതും? 7:1 എഴുതി. 4 മടങ്ങ് എന്ന് പറഞ്ഞാൽ 4:1. 5 മടങ്ങ് എന്ന് പറഞ്ഞാൽ 5:1. 10 മടങ്ങ് എന്ന് പറഞ്ഞാൽ 10:1. അല്ലെങ്കിൽ നേരെ റേഷ്യോ തരും. 3:2 അനുപാതത്തിലായിരുന്നു. അങ്ങനെ ചോദ്യത്തിൽ തരാം. അപ്പം നമുക്ക് ഡയറക്റ്റ് എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ ആണല്ലോ? ഇനി എന്ത് ചെയ്യും? എന്താ ചോദ്യം? അബുവിൻ്റെ പ്രായം എത്ര എന്നാ ചോദ്യം. എന്താ ചോദ്യം? അബുവിൻ്റെ പ്രായം എത്ര എന്നാ ചോദിച്ചത്. അബുവിൻ്റെ പ്രായം ഇപ്പോഴത്തെ പ്രായമല്ലേ? അതെത്രയാ? 4 മടങ്ങാ. ഏതാ ഇപ്പോൾ കണ്ടുപിടിക്കേണ്ടത്? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ചെയ്യാൻ. എങ്ങനെയാ? ആ 4 ഈ 4 ഗുണിക്കണം. ഇനി എന്താ വേണ്ടത്? എത്ര വർഷം മുമ്പാണ് ഇവിടെ വരുന്ന വ്യത്യാസം? അതായത് ഇവിടെ വരുന്ന വ്യത്യാസം എത്രയാ? ഈ 4 ഗുണിക്കണം. എന്ത് ചെയ്യണം? ഇനി എന്ത് ചെയ്യണം? ഇതാണ് വേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതിൻ്റെ വ്യത്യാസം ഇതാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? 7:1 അല്ലേ? അവയുടെ വ്യത്യാസം എത്ര? 7 പോയാൽ 6 അല്ലേ? ഡിവൈഡഡ് ബൈ എന്താണ്? ഹരിക്കണം. എന്ത് ചെയ്യണം? ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. വേണ്ടേ? 4:1 ചെയ്യണം 4. കുറയ്ക്കണം. 7:1 ചെയ്യണം 7.
മനസ്സിലായല്ലോ? എന്ത് ചെയ്തു? 7 ഇൻറ്റു 1 ചെയ്തു, 4 ഇൻറ്റു 1 ചെയ്തു. ഇനി ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് ചെയ്തു കഴിഞ്ഞാൽ എത്ര വരിക? 4 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ -3 എന്നല്ലേ വരിക? 4 7 പോയാൽ -3 എന്നല്ലേ വരിക? നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രായത്തിൻ്റെ കേസിൽ ആർക്കെങ്കിലും മൈനസിലേക്ക് പോവോ? പ്രായാർക്കെങ്കിലും നെഗറ്റീവ് വാല്യൂ വരുമോ? ഇല്ല. അപ്പം എന്ത് ചെയ്യണം? പ്രായത്തിൻ്റെ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ആ മൈനസ് നമ്മൾ അങ്ങ് മറക്കണം. മൈനസിന് അവിടെ പ്രാധാന്യമില്ല. അതായത് ഇവയുടെ വ്യത്യാസം 4 - 7 എന്ന് പറഞ്ഞാൽ ഇവ തമ്മിലുള്ള വ്യത്യാസം എടുത്താൽ മതി, സൈന് നോക്കണ്ട. അപ്പം ഇനി എന്ത് ചെയ്താൽ മതി? വെട്ടിച്ചെറുതാക്കാലോ. 6ഉം 3 ഉണ്ടല്ലോ, വെട്ടിയാൽ എത്ര? 2. എത്ര കിട്ടുക? 4 ഇൻറ്റു 4 16, 16 ഇൻറ്റു 2 32 ആയിരിക്കും നമ്മുടെ അബുവിൻ്റെ പ്രായം. നമ്മുടെ ഉത്തരം ഏതാ? ഓപ്ഷൻ ബി ആണ്. ഈ ചോദ്യം മനസ്സിലായല്ലോ? ഇതേ മോഡലാണ് ഇപ്പോൾ 2ലും ചോദിച്ചത്, സെക്കൻഡിലും തേർഡിലും ചോദിച്ചത്. അതായത് LGS സ്റ്റേജ് 2ലും സ്റ്റേജ് 3ലും ചോദിച്ചത് ഇതേ മോഡലുള്ള ചോദ്യമാണ്. അപ്പോൾ മറക്കാതെ ഇത് ചെയ്യാൻ പഠിച്ചിരിക്കണം. നമ്മുടെ പ്രോബ്ലംസ് കുറേ ഇത് ചെയ്തിട്ടുണ്ട്, അവ എടുത്ത് നോക്കുക കേട്ടോ. എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം: ഒരു വരിയിൽ അഞ്ജുവിൻ്റെ സ്ഥാനം മുൻപിൽ നിന്നും 11ാമതും എന്താണ് പിറകിൽ നിന്ന് 7ാമതുമാണ്. മുന്നിൽ നിന്ന് 11, പുറകിൽ നിന്ന് 7. എന്താ ചെയ്യാറ്? മുന്നിൽ നിന്ന് 11ാമതും പുറകിൽ നിന്ന് 7ാമതും, അതായത് ഒരേ സ്ഥാന. മുന്നിൽ നിന്ന് 11, പുറകിൽ നിന്ന് 7. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ആകെ എത്ര ആളുകളുണ്ടെന്ന് കാണാൻ എന്ത് ചെയ്താൽ ഈ 11നോട് ഈ 7 കൂട്ടിയിട്ട് എന്ത് ചെയ്യണം? ഇവിടെ കൂട്ടൽ വന്നല്ലോ, അപ്പോൾ ഇവിടെ എന്തായിരിക്കും? കുറയ്ക്കൽ വരണം 1. ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാ. ഇവിടെ കൂട്ടൽ വന്നല്ലോ, അപ്പോൾ ഇവിടെ കുറയ്ക്കൽ വരും 1. എത്രയാ? 11ഉം 7ഉം 18. 18ൽ നിന്ന് 1 പോയാൽ 17 ആയിരിക്കും നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ഡി ആയിരിക്കും ഉത്തരം. ഇത് തെറ്റില്ലല്ലോ, 1 മാർക്ക് ഷുവറായിട്ട് കിട്ടുന്ന ഒരു ചോദ്യമാണ്. ഇതിൻ്റെ വേറൊരു ടൈപ്പ് നോക്കാം. അടുത്തൊരു ചോദ്യം നോക്ക്. രാമൻ ഒരു ക്യൂവിൽ മുന്നിൽ നിന്ന് 9ാമനും പിന്നിൽ നിന്ന് 15ാമനുമാണ്. എങ്കിൽ ക്യൂവിൽ എത്ര പേരുണ്ട് ആകെ എന്നാ ചോദിച്ചേക്കണേ. മുന്നിൽ നിന്ന് 9ാമനും പിന്നിൽ നിന്ന് 15ാമനുമാണ്. അതായത് മുന്നിൽ നിന്ന് 9ഉം പിന്നിൽ നിന്ന് 15ാമനുമാണ്. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? 9 കൂട്ടണം 15. ഇനി എന്ത് ചെയ്യണം? ഇവിടെ കൂട്ടലപ്പോൾ ഇനി കുറയ്ക്കലാണ്, -1. എത്ര കിട്ടുക? 9ഉം 15ഉം കൂട്ടിയാൽ എത്രയാ? 24. 24ൽ നിന്ന് 1 പോയാൽ 23 ആളുകളായിരിക്കും ആകെ ക്യൂവിൽ ഉണ്ടായിരിക്കുക. മനസ്സിലായല്ലോ? എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. അപ്പോൾ ഇതിലെ മറ്റൊരു മോഡൽ ക്വസ്റ്റ്യൻ നോക്ക്. അരുണിന് PSC പരീക്ഷയിൽ 12ാം റാങ്ക് ഉണ്ട്. ആകെ 46 പേരാണ് പരീക്ഷ എഴുതിയതെങ്കിൽ അവസാന സ്ഥാനത്തു നിന്നും അരുണിന് എത്രാമത്തെ റാങ്കാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ആകെ എത്ര പേരുണ്ട്? 46 പേരുണ്ട്. ഫ്രണ്ടിൽ നിന്ന് മുന്നിൽ നിന്ന് 12ാം റാങ്കാണ്. മുന്നിൽ നിന്ന് അപ്പോൾ എത്രയാണ്? 12ാമത്തെ റാങ്കാണ് അരുണിന്. മൊത്തം എത്ര പേരുണ്ട് അവിടെ അതായത് പരീക്ഷ എഴുതിയത്? 46 പേരാണ് മൊത്തം പരീക്ഷ എഴുതിയത്. അപ്പോൾ പുറകിൽ നിന്ന് എത്രാമതാണ് റാങ്ക് എന്നാണ് ചോദ്യം. ഇങ്ങനെ വരുന്ന ചോദ്യങ്ങളിൽ അതായത് മുന്നിലുള്ളതും തന്നു, ആകെയും തന്നു. ഇനി എന്താ ചോദിച്ചത്? പുറകിൽ നിന്ന് എത്രാമതാന്നാ ചോദിച്ചത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആകെ എണ്ണം. ആകെ എത്ര പേരുണ്ട് അതിൽ നിന്ന് കുറയ്ക്കണം. എന്താണ് എത്ര കുറയ്ക്കേണ്ടത്? മുന്നിൽ നിന്നുള്ള എണ്ണം. കഴിഞ്ഞോ? ഇല്ല. ഇവിടെ മൈനസാണ്, ഒരു 1ൻ്റെ കളി ഉണ്ടല്ലോ. അപ്പം ഇവിടെ എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും. എന്ത്? +1. മനസ്സിലായല്ലോ? എന്താ ചെയ്തത്? ആകെ ആളുകളുടെ എണ്ണം 46 അതിൽ നിന്ന് എന്ത് കുറച്ചു? നമ്മുടെ മുന്നിൽ നിന്നുള്ള റാങ്ക് കുറച്ചു 12. ഇനി എന്ത് വേണം? ഒരു 1 ആഡ് ചെയ്യാനുണ്ട് അല്ലേ? 1 കൂട്ടാനോ കുറയ്ക്കാനോ ഉണ്ട്. പക്ഷെ എന്താണ് ഇവിടെ കുറയ്ക്കലല്ലേ? അപ്പോൾ ഇവിടെ കൂട്ടലാണെന്ന് ഓർത്താൽ മതി. കൂട്ടണം 1. അപ്പം നമ്മുടെ ഉത്തരം എന്താണ്? 46ൽ നിന്ന് 12 പോയാൽ എത്രയാ? 34. 34 + 1 35 ആയിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അതായത് പുറകിൽ നിന്നുള്ള റാങ്ക് എത്രയായിരിക്കും? 35 ആയിരിക്കും. മനസ്സിലായല്ലോ? എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. ഈ ചോദ്യം നോക്കുക. വിട്ടുപോയത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. തന്നിരിക്കുന്ന സംഖ്യകൾ 9, 11, 15,
സംഖ്യ അറിയില്ല. 29, 39. ഇപ്പം കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് 9ഉം 11ഉം തമ്മിലുള്ള വ്യത്യാസം 2, 11ഉം 15ഉം തമ്മിലുള്ള വ്യത്യാസം 4. സ്വാഭാവികമായിട്ടും അടുത്തത് എത്രയായിരിക്കും? ഇത് 2, ഇത് 4. അപ്പോൾ ഇത് എത്രയായിരിക്കും? 6 ആയിരിക്കും. ഇവിടെ എത്രയായിരിക്കും? 8 ആയിരിക്കും. ഇവിടെ എത്രയായിരിക്കും? 10 ആയിരിക്കും. ആണല്ലോ. അപ്പോൾ ഇവിടെ എത്രയാണ്? 15ഉം 6ഉം കൂട്ടിയ 21, 21ഉം 8ഉം കൂട്ടിയ 29. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? 21 ആയിരിക്കും. ഇതേ മോഡലുള്ള വേറൊരു ടൈപ്പ് ചോദ്യം കൂടി നോക്കിയാലോ? ചോദ്യം നോക്കൂ. 35:217. അതുപോലെയാണെങ്കിൽ 8 എത്രയാണെന്ന്. ഇത് പെട്ടെന്ന് കാണുമ്പോൾ റേഷ്യോ ആണെന്നൊക്കെ വിചാരിച്ചിട്ട് ഇത് അറിയാത്ത ആളുകൾ ചെയ്യും. പക്ഷെ അതാണോ ഇവിടെ ചെയ്യേണ്ടത്? അല്ല. 35ഉം 217ഉം തമ്മിൽ ഒരു ബന്ധമുണ്ട്. അതേ ബന്ധം 8ഉം മറ്റേ സംഖ്യയും തമ്മിൽ വരണം. അതാണ് ഇവിടുത്തെ കളി. മനസ്സിലായല്ലോ? ഈ 35 എന്ന് പറയുന്നത് എന്താണ്? 6² - 1 ഞാൻ പറഞ്ഞ മനസ്സിലായോ? എന്താണ് 35 എന്ന് പറയുന്നത്? എന്താണ്? 6² - 1 217 എന്ന് പറയുന്നത് എന്താണ്? 6³ + 1. മനസ്സിലായല്ലോ? 6³ എത്ര? 216 + 1 217. ഇതൊക്കെ പഠിക്കണം. 6³ 216 എന്നൊക്കെ ഓർത്ത് വെക്കണം. കാരണം ഇപ്പം ചോദിക്കുന്ന ക്യൂബുകളുടെ കളിയൊക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി എന്ത് ചെയ്താൽ മതി? 8 എന്ന് പറഞ്ഞാൽ എന്താണപ്പോൾ? നമുക്കറിയാം 8 എന്താണ്? 3² - 1. അതായത് 9 1 കുറച്ചാലാണ് 8. അപ്പോൾ ഇനി അടുത്തത് എത്രയായിരിക്കും? 3³ + 1 ആയിരിക്കും നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് അല്ലേ? 3³ എത്രയാ? 3 9, 9 3 27 + 1 എത്രയാണ് നമ്മുടെ ഉത്തരം? അപ്പോൾ 28 ആയിരിക്കും. നല്ലൊരു ചോദ്യമല്ലേ? എങ്കിൽ അടുത്ത ഒരു ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, 160 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 200 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ 8 സെക്കൻഡ് കൊണ്ട് മറികടക്കുന്നു. പ്ലാറ്റ്ഫോം കടന്നു പോകാൻ ട്രെയിൻ എടുത്ത സമയം എത്ര? ഇത് 2 ചോദ്യങ്ങൾ ഒരുമിച്ച് തന്നതാ. ഈ ചോദ്യത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ട്രെയിനിൻ്റെ നീളവും തന്നിട്ടുണ്ട്, പ്ലാറ്റ്ഫോമിൻ്റെ നീളവും തന്നിട്ടുണ്ട്. ഇനി എന്ത് പറഞ്ഞു? പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ 8 സെക്കൻഡ് കൊണ്ട് മറികടക്കുന്നു എന്നും പറഞ്ഞു. എന്താ പറഞ്ഞത്? പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്? 8 സെക്കൻഡ് കൊണ്ടാണ് മറികടക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട്? പിന്നെ പ്ലാറ്റ്ഫോം കടന്നു പോകാൻ ട്രെയിൻ എടുത്ത സമയമാണ് ചോദിച്ചത്. നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഒരു സമയം തന്നിട്ടുണ്ട് അല്ലേ? ഇവിടെ 2 ദൂരങ്ങളും തന്നിട്ടുണ്ട്. ഇനി എന്ത് കാണാൻ പറഞ്ഞു? ട്രെയിന് പ്ലാറ്റ്ഫോം കടന്നു പോകാനുള്ള സമയവും ചോദിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സമയം എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മളിത് പഠിച്ചിട്ടുണ്ട്. എന്താ സമയം കാണാൻ? ദൂരം ഹരിക്കണം എന്ത്? വേഗത. ട്രെയിനിൻ്റെ വേഗത വേണ്ടേ? അപ്പോൾ ദൂരം ഹരിക്കണം ട്രെയിനിൻ്റെ വേഗത. ട്രെയിനിൻ്റെ വേഗത നമുക്കറിയില്ലല്ലോ. വേഗത കാണാൻ എന്ത് ചെയ്താൽ മതി? വേഗത കാണാൻ നമുക്ക് ഇക്വേഷൻ അറിയാം. എന്താ? ദൂരം ബൈ സമയമാണ് എന്ത്? വേഗത കാണാനുള്ള ഇക്വേഷൻ. ഇതാക്കുന്നത് ഈ വേഗത കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഇതിനെ നേരെ മേലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയം വേഗതയുടെ സ്ഥാനത്തേക്ക് വരും. അത്രേ ഉള്ളൂ, പേടിക്കാനൊന്നുമില്ല. നമ്മൾ ആ ഇക്വേഷൻ ഈ ട്രയാങ്കിൾ വരച്ച് പഠിച്ചതുമാണ്. ഇനി അത് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇനി നോക്ക്, അത് മറ്റുള്ള അത് മനസ്സിലാവാത്ത ആളുകളുണ്ടെങ്കിൽ ആ ക്ലാസ് എടുത്ത് കണ്ടു വെക്കുക കേട്ടോ. വേഗത എന്ന് പറഞ്ഞാൽ ദൂരം ബൈ സമയമാണ്. ട്രെയിനിൻ്റെ വേഗതയാണല്ലോ. എന്താണ്? ട്രെയിനിൻ്റെ വേഗതയാണല്ലോ. ട്രെയിനിൻ്റെ വേഗതയ്ക്ക് മാറ്റം വരുമോ? പ്ലാറ്റ്ഫോമിൽ കൂടെ കടന്നു പോയാലോ ആളെ കടന്നു പോയാലോ ഒന്നും ട്രെയിനിൻ്റെ വേഗതയ്ക്ക് എന്ത് വരില്ല? മാറ്റം വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ട്രെയിനിൻ്റെ വേഗത, അതായത് ഇവ നിശ്ചലമായ സാധനങ്ങളാണ്. എന്ത്? ട്രെയിനിൻ്റെ വേഗത മാറ്റം വരാത്തതിന് കാരണം എന്താണ്? അവിടെ നിശ്ചലമായിട്ടുള്ള സാധനങ്ങളാണ്. പ്ലാറ്റ്ഫോം അനങ്ങുന്നില്ല, ആളും അനങ്ങുന്നില്ല. അപ്പോൾ ആളെ കടന്നു പോകാനെടുത്ത വേഗത എന്ന് പറയുന്നത് അത് നമുക്ക് ആ സമയം വെച്ചിട്ട് കണ്ടുപിടിച്ചൂടെ? അപ്പോൾ അവിടെ ദൂരം എന്തായിരിക്കും? ഈ ട്രെയിനിൻ്റെ നീളമാണ്. അത് എത്രയാ? 160 മീറ്റർ ആണ്. സമയം എത്രയാണ്? 8 സെക്കൻഡാണ്. 160/8 എത്രയാ? 20 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിലാണ്. മീറ്റർ പെർ സെക്കൻഡ് വേഗതയിലാണ് ട്രെയിൻ പോകുന്നത്. അപ്പോൾ ഇത്രയൊന്നും പറയണ്ട. ഞാൻ ആകെ എന്ത് പറഞ്ഞാൽ മതി? ട്രെയിനിൻ്റെ വേഗത കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ദൂരം, ട്രെയിനിൻ്റെ നീളം എത്രയാണ്? 160 ആണ്. ആളെ കടന്നു പോകാനെടുത്ത സമയം 8 ആണ്. ചെയ്താൽ മതി 20 മീറ്റർ പെർ സെക്കൻഡ്. മനസ്സിലായല്ലോ? ട്രെയിനിൻ്റെ വേഗത കിട്ടി. ഇനി നോക്ക്, സമയം
സമം ദൂരം ബൈ വേഗത. ദൂരം എത്രയാണ്, അതായത് എന്ത് സമയമാണ് ഇനി കാണണ്ടേ? പ്ലാറ്റ്ഫോം കടന്നു പോകാനെടുത്ത സമയം. പ്ലാറ്റ്ഫോം കടന്നു പോകാനെടുത്ത സമയം എന്ന് പറഞ്ഞാൽ അവിടെ ദൂരം എന്തായിരിക്കും? ഈ 160 മീറ്ററും ഈ 200 മീറ്ററും ദൂരങ്ങളിലേക്ക് കൺസിഡർ ചെയ്യണമല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? 160 കൂട്ടണം 200 ചെയ്യണ്ടേ ദൂരം കിട്ടാൻ, വേണ്ടേ? അപ്പം എന്ത് ചെയ്യണം? ദൂരം നമുക്ക് 160 കൂട്ടണം 200 വേഗത നമ്മൾ കണ്ടുപിടിച്ചതാണ് 20. അപ്പം നമ്മുടെ ഉത്തരം എത്രയാണ്? 360 ഡിവൈഡഡ് ബൈ 20. ഈ 0 വെട്ടിപ്പോയി, 2ഉം 36ഉം വെട്ടി 18 സെക്കൻഡ് എന്ന് കിട്ടും. ഉത്തരം ഓപ്ഷൻ ബി ആണ്. മനസ്സിലായല്ലോ? ഇതിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഒരു ട്രെയിന് ഒരാളെയോ അല്ലെങ്കിൽ ഒരു പോസ്റ്റോ അല്ലെങ്കിൽ ഒരു മരത്തെയോ കടന്നു പോകുമ്പോൾ ആകെ സഞ്ചരിച്ച ദൂരം കണക്കാക്കുന്നത് ആ ട്രെയിനിൻ്റെ നീളം മാത്രമായിരിക്കും. ഓക്കെ ആണല്ലോ? അതുപോലെ തന്നെ ആ ഒരു ട്രെയിന്, ഒരു പ്ലാറ്റ്ഫോം, ടണൽ, പാലം അല്ലെങ്കിൽ മറ്റൊരു ട്രെയിന്, ഇതിലേതെങ്കിലും ഒന്നിനെയാണ് കടന്നു പോകുന്നതെങ്കിൽ ആകെ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് ആ ട്രെയിനിൻ്റെ നീളം കൂട്ടണം ആ പ്ലാറ്റ്ഫോമിൻ്റെ നീളം, അല്ലെങ്കിൽ ആ ടണലിൻ്റെ നീളം, അല്ലെങ്കിൽ ആ പാലത്തിൻ്റെ നീളം, അല്ലെങ്കിൽ മറ്റേ ട്രെയിനിൻ്റെ നീളം, അതായിരിക്കും. മനസ്സിലായല്ലോ? ഇനി ഇത് തെറ്റില്ലല്ലോ. എങ്കിൽ അടുത്ത ഒരു ചോദ്യം നോക്കാം. ഈ ഭാഗത്തു നിന്നുള്ള ഒരു സിമ്പിൾ ചോദ്യം നോക്കി നോക്കാം. ചോദ്യം നോക്കൂ. ഒരു കാർ 15 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിൽ 3 മിനിറ്റ് സഞ്ചരിക്കുന്നുവെങ്കിൽ കാറ് എത്ര ദൂരം സഞ്ചരിച്ചു എന്നാണ് ചോദിച്ചത്. ഓപ്ഷനിൽ തന്നേക്കുന്ന ഒക്കെ മീറ്ററുകളിലാണ്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ 15 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിൽ 3 മിനിറ്റ് സഞ്ചരിക്കുമെങ്കിൽ കാർ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് ദൂരം കാണാൻ അറിയാലോ. ദൂരം കാണാൻ എന്ത് ചെയ്താൽ മതി? വേഗത ഗുണിക്കണം സമയമാണല്ലോ ദൂരം എന്ന് പറയുന്നത്. ഇവിടെ വേഗത എത്രയാ? 15 കിലോമീറ്റർ പെർ മണിക്കൂറാ. ശ്രദ്ധിക്കണേ, ഗുണിക്കണം എന്താ? മിനിറ്റ്. എത്ര മിനിറ്റാ സഞ്ചരിച്ചേ? സമയം എത്രയാ? 3 മിനിറ്റാ. ഇവിടെ മിനിറ്റാണല്ലേ, 3 മിനിറ്റാണ്. 3 മിനിറ്റിനെ മണിക്കൂറിലേക്ക് ആക്കാൻ, അല്ലെങ്കിൽ മിനിറ്റിനെ മണിക്കൂറിലേക്ക് ആക്കാൻ എന്ത് ചെയ്യണം നമ്മൾ? അതിനെ എന്തുകൊണ്ട് ഹരിക്കണം? 60 കൊണ്ട് ഹരിക്കണം. 3 മിനിറ്റിനെ മണിക്കൂറിലേക്ക് ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ 60 കൊണ്ട് ഹരിക്കണം. മനസ്സിലായല്ലോ? അതായത് മിനിറ്റിനെ മണിക്കൂറിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ 60 കൊണ്ട് ഹരിക്കണം. ഇനി മറക്കില്ലല്ലോ. അപ്പം പറ, ഇനി എന്ത് ചെയ്യുക? അത് വെട്ടിച്ചെറുതാക്കാം അല്ലേ? വെട്ടിച്ചെറുതാക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ വെട്ടുകയാണെന്നുണ്ടെങ്കിൽ 60ഉം 3ഉം തന്നെ വെട്ടാം. എത്ര വരിക? 1 20 എന്ന് കിട്ടി അല്ലേ? അപ്പം നമുക്ക് കിട്ടി 15/20 എന്ന് കിട്ടുമല്ലോ. അപ്പം ഇനിയും വെട്ടാലോ, 5 കൊണ്ട് വെട്ടാലോ. അപ്പം എത്രയാ? മേലെ 3, താഴെ 4. നമ്മുടെ ഉത്തരം എത്രയായി? 3/4. എന്താ ഇനി വരിക? 3/4 എന്താ? കിലോമീറ്റർ ആണ് അല്ലേ? കാരണം 15 കിലോമീറ്റർ പെർ മണിക്കൂറാ. ഇവിടെ 3 മിനിറ്റിന് എന്ത് ചെയ്തു? 3/60 എന്ന് എഴുതി. 3/60 എന്താ? മണിക്കൂറാണ്. മനസ്സിലായല്ലോ? മണിക്കൂറാണ്. അപ്പം 3/4 കിലോമീറ്റർ ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി നോക്ക്, കിലോമീറ്ററിനെ മീറ്റർ ആക്കാൻ എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഗുണിച്ചാൽ മതി. കിലോമീറ്ററിനെ മീറ്റർ ആക്കാൻ എന്ത് ചെയ്താൽ മതി? 1000 കൊണ്ട് ഗുണിച്ചാൽ മതി. അറിയാലോ? അപ്പം നോക്ക്, 3/4 കിലോമീറ്റർ ഗുണിക്കണം 1000. വെട്ടിച്ചെറുതാക്കുകയാണെന്നുണ്ടെങ്കിൽ 250 ഗുണിക്കണം 3 എന്നായി. അപ്പം എത്രയാ? 750 മീറ്റർ എന്ന് നമുക്ക് കിട്ടും. എന്താ പറഞ്ഞത്? 1000. അതായത് കിലോമീറ്ററിൽ തന്നിട്ടുണ്ട് വാല്യൂ. അതിനെ മീറ്ററിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 1000 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇനി നോക്ക്, മീറ്ററിലാണ് തന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? മീറ്ററിലാണ് തന്നത് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഹരിക്കണം കിലോമീറ്റർ ആക്കാൻ. ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പം നമ്മൾ കിലോമീറ്ററിൽ കണ്ടുപിടിച്ചു 3/4 കിലോമീറ്റർ. ഇതിനെ മീറ്റർ ആക്കാൻ എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഗുണിക്കണം.
അപ്പോൾ ഇനി വെട്ടുകയാണെന്നുണ്ടെങ്കിൽ 1000-ൽ എത്ര 4 ഉണ്ട്? 250 ഉണ്ട് അല്ലേ? 1000/4 ചെയ്താൽ 250 ആണ്. 3 × 250 750 മീറ്റർ എന്ന് ലഭിക്കും. നമ്മുടെ ഉത്തരം എന്താ? 750 മീറ്റർ ആണ്. മനസ്സിലായല്ലോ? എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. എങ്കിൽ ഈ ചോദ്യം നോക്കൂ. ഇപ്പോൾ വാച്ചിൽ 12 മണി, ക്ലോക്കിൽ 12:15 ആവുന്നതിന് എത്ര സെക്കൻഡ് കഴിയണം എന്നാ ചോദിച്ചേ. 12 മണി എന്ന് പറഞ്ഞാൽ അത് 12:15 ആവാൻ എത്ര സെക്കൻഡ് കഴിയണം എന്നാ ചോദിച്ചേ. നമുക്കറിയാം 12 മണിയും 12:15 തമ്മിൽ എത്ര സമയ വ്യത്യാസമുണ്ട്? 15 മിനിറ്റിൻ്റെ വ്യത്യാസമാണ് അല്ലേ? 15 മിനിറ്റിൻ്റെ വ്യത്യാസമാണ് എന്ത്? 12ഉം 12:15 തമ്മിലുള്ളത്. അത് നമുക്കറിയാം. നമ്മളോട് ചോദിച്ചാൽ എന്താ? എത്ര സെക്കൻഡ് കഴിയണം എന്നാ. ഫസ്റ്റ് ഓപ്ഷൻ തന്നാണ്ടോ 15 സെക്കൻഡ്. ഈ 15 മിനിറ്റ് ആണെന്ന് മനസ്സിലാവാതെ നേരെ എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ അത് തെറ്റും അല്ലേ? അപ്പോൾ ഇനി നോക്ക്, 15 മിനിറ്റാണ് എന്ത് നമുക്ക് കിട്ടിയേക്കണേ. പക്ഷെ നമുക്ക് 15 മിനിറ്റിൽ എഴുതാൻ പറ്റില്ല, സെക്കൻഡിലേക്ക് ആക്കണം. അപ്പം നമുക്കറിയണം എന്ത്? മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? എത്ര മിനിറ്റാണ്, എത്ര സെക്കൻഡാണ് 1 മിനിറ്റ്? 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാ? 60 സെക്കൻഡാ. അതറിയില്ലേ? 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാ? 60 സെക്കൻഡാ. അപ്പോൾ 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ് ആയിരിക്കും? 10 × 60. അപ്പോൾ ഇവിടെ എത്ര? 15 മിനിറ്റാണ്. അപ്പോൾ 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ് ആയിരിക്കും? 15 × 60 ആയിരിക്കും. എങ്കിൽ ഉത്തരം എത്രയാ? 900 സെക്കൻഡ്. 900 സെക്കൻഡ് എന്ന് ലഭിക്കും. മനസ്സിലായല്ലോ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ അറിയാലോ. ഇതൊക്കെ സാധാ ബേസിക് ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതിൽ അറിയേണ്ടത് എന്താണ്? സാധാരണ പോലെ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാണ്. അപ്പോൾ 10 മിനിറ്റ് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ എഴുതാം? അതിനെന്ത് ചെയ്യുക? 60 കൊണ്ട് ഗുണിച്ചാൽ മതി സെക്കൻഡ് ആക്കാൻ. ഇനിയിപ്പോൾ അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ എത്ര? 15 മിനിറ്റ്. അപ്പോൾ എന്ത് ചെയ്യണം? 60 കൊണ്ട് ഗുണിച്ചാൽ സെക്കൻഡിലേക്ക് മാറ്റാൻ പറ്റും. മനസ്സിലായല്ലോ? എങ്കിൽ അടുത്ത ഒരു ടൈപ്പ് ചോദ്യം നോക്കാം. ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ് 12.9 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്രയാണെന്നാണ് ചോദിച്ചത്. സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ വശങ്ങളും തുല്യമാണ് എന്നാണ് അർത്ഥം. അതിൻ്റെ എല്ലാ വശങ്ങളും തുല്യമാണ് എന്നാണ് സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്. സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ് എത്രയായിരിക്കും? സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ് എത്രയാണ്? 3a. 3 ഗുണിക്കണം വശം. 3 ഗുണിക്കണം വശമാണെന്ത്? ചുറ്റളവ്. അതായത് ഈ ചുറ്റുമുള്ള നീളങ്ങൾ കൂട്ടിയാൽ മതി. മനസ്സിലായല്ലോ? അത് എത്രയാണ്? 12.9 ആണ്. അതായത് 3a എന്ന് പറയുന്നത് 12.9 ആണ്. എങ്കിൽ a അല്ലെങ്കിൽ വശം എത്രയാണ് എന്നാണ് ചോദ്യത്തിൽ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? a അല്ലെങ്കിൽ വശം സമം 12.9 ഹരിക്കണം ഈ 3 ഇവിടെ ഗുണിക്കണം എന്നല്ലേ? 3 ഗുണിക്കണം a എന്നാണ്. 3a എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടേക്ക് പോകുമ്പോൾ എന്താവും? ഹരിക്കണം 3 എന്നായിട്ട് മാറും. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ദശാംശ സംഖ്യയെ ഒരു സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒന്നും നോക്കണ്ട, അതിനെ 12.9 129 ആ ദശാംശം കളഞ്ഞിട്ട് അങ്ങ് ഹരിച്ചോ. എത്ര കിട്ടുക? 3 4 12. ശിഷ്ടം ഇവിടെ 0 വന്നു, ഈ 9 ഇറക്കി എഴുതി. 3 9. അപ്പം എത്ര കിട്ടി? ശിഷ്ടം 0 കിട്ടി. എത്ര നമുക്ക് കിട്ടി? 43 എന്ന് കിട്ടി. 43 എന്ന് കിട്ടി. കഴിഞ്ഞോ? ഇല്ല. എന്താണ്? ഇവിടെ ഒരു ദശാംശ സ്ഥാനം ഉണ്ട് അല്ലേ? ഒരു ദശാംശ സ്ഥാനം മാറ്റിയിട്ടാണ് പോയിന്റ് ഇട്ടേക്കണേ. അപ്പോൾ നമ്മുടെ ഉത്തരത്തിലും എന്ത് ചെയ്യണം? ഒരു ദശാംശ സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇടാൻ മറക്കരുത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയാ? 4.3 സെൻറ്റിമീറ്റർ ആണ്. മനസ്സിലായല്ലോ? ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വേറൊരു മോഡൽ ചോദ്യം നോക്കാം. അങ്ങനെയെങ്കിൽ ഈ ചോദ്യം നോക്ക്. ഒരു സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 2.4 സെൻറ്റിമീറ്റർ ആണ്. എങ്കിൽ അതിൻ്റെ ചുറ്റളവ് എത്ര എന്നാണ് ചോദിച്ചേക്കണേ അല്ലേ? സമചതുരത്തിൻ്റെ ഒരു വശം, അതായത് എല്ലാ വശവും തുല്യമായ ചതുരമാണ് എന്ത്? സമചതുരം. അപ്പോൾ ഒരു വശം, ഈ വശം എല്ലാം എന്താണ്? തുല്യമാണ്.
അതോ ഒരു വശം എത്രയാ 2.4 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതൊക്കെ എന്തുതന്നെയായിരിക്കും 2.4 തന്നെ ആയിരിക്കും. ഓക്കെ ആണല്ലോ, അത് നമുക്കറിയാലോ, അതിൻ്റെ ആവശ്യമില്ല അല്ലേ. നമുക്കറിയാം സമചതുരത്തിൻ്റെ ചുറ്റളവ് എന്താണ് എന്ന് നമുക്കറിയാം. എന്താണ്? 4 ഗുണിക്കണം വശം, അതായത് 4a ആണ് സമചതുരത്തിൻ്റെ ചുറ്റളവ് എന്നറിയാലോ. അപ്പം a എത്രയാ? അത് നേരെ അപ്ലൈ ചെയ്താൽ പോരെ. 4 ഗുണിക്കണം 2.4 ആണ് നമ്മുടെ ഉത്തരം. ഇനി നമുക്ക് ദശാംശ സംഖ്യേനെ ഗുണിക്കണമല്ലോ. 2.4നെ 4 കൊണ്ട് ഗുണിക്കണമല്ലോ. എങ്ങനെ ചെയ്യും? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദശാംശ സംഖ്യയെ ഹരിക്കാനോ ഗുണിക്കാനോ എന്ത് ചെയ്താൽ മതി? ദശാംശം ഒഴിവാക്കിയിട്ട് 2.4 ദശാംശം ഒഴിവാക്കി 24 നേരെ ഗുണിച്ചോ. 24 ഗുണിക്കണം 4 ചെയ്താൽ എത്ര കിട്ടുക? 4 × 4 16, ശിഷ്ടം 1, 2 × 4 8 3 9. ആ 96നെ ഞാൻ അതേപോലെ ഇവിടേക്ക് എഴുതി. കഴിഞ്ഞോ? ഉത്തരം 96 ആണോ? അല്ല. ഇവിടെ എത്ര ദശാംശ സ്ഥാനം മാറ്റിയിട്ടാ പോയിന്റ് ഇട്ടേക്കണേ? 1. ഉത്തരത്തിലും അതേ 1 തന്നെ വേണം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ഉത്തരം 9.6 സെൻറ്റിമീറ്റർ എന്നാകും. മനസ്സിലായല്ലോ. അങ്ങനെയെങ്കിൽ ഈ ചോദ്യത്തിൽ ചുറ്റളവിന് പകരം പരപ്പളവാണ് ചോദിച്ചത് എന്ന് ആലോചിച്ച് നോക്ക്. എന്താ ചോദിച്ചത്? ചുറ്റളവല്ല നമുക്ക് ചോദിച്ചത്, പരപ്പളവ്. പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താ? വിസ്തീർണം. ഇതാണ് ചോദിച്ചത് എങ്കിൽ എങ്ങനെ ചെയ്തേനെ? നമുക്കറിയാം, ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് കാണാൻ എന്താണ്? a², അല്ലെങ്കിൽ വശം ഇൻറ്റു വശമാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? 2.4ൻ്റെ സ്ക്വയർ കാണണ്ടേ? 2.4ൻ്റെ സ്ക്വയർ കാണണ്ടേ? ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്ക്വയർ കാണാൻ എങ്ങനെയാണെന്ന്. ആ മെത്തേഡിൽ ചെയ്യാം. അല്ല എങ്കിൽ എന്ത് ചെയ്യാം? 2.4ൻ്റെ സ്ക്വയർ, അതായത് ദശാംശ സംഖ്യയുടെ സ്ക്വയർ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? നമ്മൾ ആ ദശാംശം ഒഴിവാക്കിയിട്ട് ആ സംഖ്യ എടുക്കുക. അപ്പോൾ എത്രയാ? 24. അപ്പോൾ എന്ത് ചെയ്യണം? അതിനെ 24 കൊണ്ട് തന്നെ ഗുണിക്കണം. വേണ്ടേ? അപ്പോൾ നമ്മൾ എത്ര ദശാംശ സ്ഥാനം? ഓക്കെ, അത് വിട്. 24 ആ ദശാംശം ഒഴിവാക്കിയിട്ട് അങ്ങ് ഗുണിച്ചു. അപ്പോൾ എത്ര കിട്ടുക? 4 × 4 16, ശിഷ്ടം 1 എത്ര? 2 × 4 8 1 9. 2 × 4 8, 2 × 2 4 ചെയ്താൽ എത്ര കിട്ടുക? 6 7. ഇവിടെ ശിഷ്ടം 1 വന്നു കഴിഞ്ഞാൽ 576 എന്ന് കിട്ടിയല്ലോ. ഞാൻ ആ 576നെ ഇവിടെ എഴുതി. ഇനി നോക്ക്, ചോദ്യത്തിൽ എത്ര ദശാംശ സ്ഥാനം മാറ്റിയിട്ടാ പോയിന്റ്? 1 ആണ്. എന്താ പറഞ്ഞത്? സ്ക്വയർ കാണാനാ, വർഗം കാണാനാ. വർഗം കാണുമ്പോൾ, ദശാംശ സംഖ്യയുടെ വർഗം കാണുന്ന കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ വർഗം അതുപോലെ അങ്ങ് എഴുതും. അതായത് ദശാംശം ഇല്ലാതെ ആ 24നെ എടുത്തിട്ട് അതിൻ്റെ അതുപോലെ തന്നെ അതിൻ്റെ വർഗം എത്രയാണ്? 576. അത് അതുപോലെ എഴുതിയതിന് ശേഷം നമ്മൾ എത്ര ദശാംശ സ്ഥാനമുണ്ട്? 1 ദശാംശ സ്ഥാനമാണുള്ളത്. അതിൻ്റെ നേരെ ഇരട്ടി എടുക്കണം. ഇരട്ടി എത്രയാ? 1ൻ്റെ ഇരട്ടി എത്രയാ? 2 ആണ്. അത്രയും ദശാംശ സ്ഥാനങ്ങൾ ഉത്തരത്തിലുണ്ടായിരിക്കണം. 1 2 5.76 ചതുരശ്ര സെൻറ്റിമീറ്റർ ആയിരിക്കും നമ്മുടെ ഉത്തരം. മനസ്സിലായല്ലോ. എങ്കിൽ അടുത്ത ഒരു ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നോക്കൂ. തുടർച്ചയായ 5 സംഖ്യകളുടെ തുക 510. നടുവിലത്തെ സംഖ്യ എത്ര എന്നാണ് ചോദിച്ചത്. അതായത് കുറച്ച് സംഖ്യകളുണ്ട്, അതിൻ്റെ 5 സംഖ്യകളുണ്ട്, അതിൻ്റെ തുക എന്ന് പറയുന്നത് 510 ആണ്. നമുക്ക് തന്നിട്ടുള്ള എന്താ? സംഖ്യകളുടെ എണ്ണം തന്നിട്ടുണ്ട് 5 ആണ്. അവയുടെ തുക തന്നിട്ടുണ്ട് 510 ആണ്. ഒന്നും അറിയില്ലെങ്കിലും ഈ 2 സാധനം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താ ഇതിൽ കണ്ടുപിടിക്കാൻ പറയണേന്ന്. ശരാശരി ആയിരിക്കും കാണാൻ പറയുന്നത്. കാരണം ശരാശരി എന്ന് പറഞ്ഞാൽ തുക ബൈ എണ്ണമാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പം തന്നെ മനസ്സിലാവണം ഇതാണെന്ന്. ഇതിൽ ശ്രദ്ധിക്കേണ്ട വാക്ക് തുടർച്ചയായ. ഞാനിതിനു മുമ്പ് കുറേ തവണ പറഞ്ഞിട്ടുണ്ട്. തുടർച്ചയായ, ആദ്യത്തെ ഒറ്റ സംഖ്യകൾ, ഇരട്ട സംഖ്യകൾ, എന്താ അതുപോലെ എണ്ണൽ സംഖ്യകൾ, പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? സമാന്തര ശ്രേണി. ഈ തുടർച്ചയായ സംഖ്യകൾ എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? അതൊരു സമാന്തര ശ്രേണിയാണ് എന്ന് മനസ്സിലാക്കണം. സമാന്തര ശ്രേണിയാണെങ്കിൽ അവയ്ക്ക് എന്താണ്? ഒരു പൊതുവായ വ്യത്യാസം ഉണ്ടായിരിക്കുമല്ലോ.
സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാൽ പൊതുവായ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് തുടർച്ചയായ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരുന്നത്. ഓക്കെ ആണല്ലോ. സമാന്തര ശ്രേണിയാണെങ്കിൽ അതിൻ്റെ ശരാശരി എന്ന് പറയുന്നത്, സമാന്തര ശ്രേണിയാണെങ്കിൽ അതിൻ്റെ ശരാശരി എന്തായിരിക്കും? അതിൻ്റെ നടുവിലത്തെ സംഖ്യയായിരിക്കും. എന്താ പറഞ്ഞത്? സമാന്തര ശ്രേണിയാണോ നമ്മൾക്ക് തന്നിട്ടുള്ളത്, അതിൻ്റെ ശരാശരി എന്താണ്? നടുവിലത്തെ സംഖ്യയാണ്, അല്ലെങ്കിൽ അതിൻ്റെ നടുവിലത്തെ സംഖ്യയാണ് എന്ത്? ശരാശരി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? എങ്കിൽ പറ, ശരാശരി തുക വയ്യണം, നേരിട്ട് ഹരിക്കാനേ ഉള്ളൂ. എത്ര തുക? 510 ഹരിക്കണം എണ്ണം എത്രയാ? 5. 510നെ 5 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുക? ഏതെങ്കിലും ഒരു സംഖ്യേനെ 5 കൊണ്ട് ഹരിക്കാൻ പറഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്? നേരെ അതിൻ്റെ ഇരട്ടി എടുക്കുക, എന്നിട്ട് ഒരു സാധനം മാറ്റി പോയിന്റ് ഇടുക. ഇനിയിപ്പോൾ അതും വേണ്ട. 510നെ നിങ്ങൾ 5 കൊണ്ട് ഹരിച്ചോ. 5 5 0. ഈ 1 ഇറക്കി എഴുതി, ഇവിടെ ഇല്ലാത്തതുകൊണ്ട് മേലെ ഒരു 0 ഇട്ടു, ഈ 0 ഇറക്കി എഴുതി. അപ്പോൾ എത്രയാ? 5 × 2 10 0. അപ്പോൾ എന്താണ് ഉത്തരം? 102 ആയിരിക്കും എന്ത്? നടുവിലത്തെ സംഖ്യ. ഓപ്ഷനിൽ നോക്കിക്കേ, അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല, അങ്ങനെ ഒരു ഓപ്ഷൻ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? 102 നമ്മുടെ ഉത്തരം. അങ്ങനെ ഒരു ഓപ്ഷൻ തന്നില്ല, ചോദ്യം ക്യാൻസലായി പോയിക്കോളും, പേടിക്കാനില്ല. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ വേറൊരു ചോദ്യം നോക്കിക്കോ. ചോദ്യം നോക്ക്. തുടർച്ചയായ 5 സംഖ്യകളുടെ നടുവിലത്തെ സംഖ്യ 25. എന്താ പറഞ്ഞത്? തുടർച്ചയായ 5 സംഖ്യകളുടെ നടുവിലത്തെ സംഖ്യ 25 എങ്കിൽ സംഖ്യകളുടെ ആകെ തുക എത്ര എന്നാണ് ചോദിച്ചത്. അതായത് തുടർച്ചയായ 5 സംഖ്യകളുടെ നടുവിലത്തെ സംഖ്യ 25 എങ്കിൽ സംഖ്യകളുടെ ആകെ തുക എത്രയെന്നാണെന്ന് ചോദിച്ചു അല്ലേ? അപ്പം എന്താണിത്? ഇതിൻ്റെ ശരാശരിയാണ് 25. ശരാശരിയാണ് 25. മനസ്സിലായല്ലോ? ഇപ്പൊ മനസ്സിലായല്ലോ? ഇതൊരു സമാന്തര ശ്രേണിയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ശരാശരിയാണ് എന്ത്? നടുവിലത്തെ സംഖ്യ. അത് എത്രയാ? 25. എങ്കിൽ തുക എത്രയായിരിക്കും എന്ന് ചോദിച്ചാൽ നമുക്കറിയാം. തുക എന്താണ്? ശരാശരി ഗുണിക്കണം എണ്ണമാണെന്ത്? തുക എന്ന് പറയുന്നത്. എങ്കിൽ പറ, ശരാശരി 25, തുക എത്രയാ? 5. 5 ഗുണിക്കണം 25, 125 ആയിരിക്കും എന്ത്? ഈ സംഖ്യകളുടെ ആകെ തുക എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിരുന്നത്. എല്ലാവർക്കും ക്ലാസ് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്